ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മുടെ ലൈഫിൽ സക്സസ് എന്ന് വരും, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ സക്സസ്ഫുൾ ആവും, നമ്മൾ എത്രത്തോളം സക്സസ്ഫുൾ ആവും നമ്മുടെ ലൈഫിൽ. ഓക്കെ, അതുമാത്രമല്ല നമുക്ക് ആഗ്രഹമുണ്ട് നമ്മൾ എവിടെ പോയാൽ എന്ത് ചെയ്താൽ നമ്മൾ സക്സസ്ഫുൾ ആവും. ഓക്കെ, നമ്മുടെ ബ്രേക്ക് ത്രൂ ഇങ്ങനെയാണ് നമുക്കറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതാണ്. കാരണം എല്ലാവരും കളക്റ്റീവിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴും അറിയാൻ ആഗ്രഹം ഈ ഒരു സ്ട്രഗിളും ഈ ഒരു പ്രോസസ്സും ഒക്കെ എപ്പോൾ കഴിഞ്ഞ് എൻ്റെ ലൈഫിൽ എല്ലാ രീതിയിലും ഞാൻ സക്സസ്ഫുൾ ആവുന്നതെന്ന്, അല്ലെങ്കിൽ എനിക്കെപ്പം ആ ഒരു സക്സസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്, എനിക്കറിയാം. കീർത്തന, താങ്ക് യു സോ മച്ച്. താങ്കൾ പറഞ്ഞുകൊണ്ട് അഗെയിൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഫയൽ സെലക്ഷൻ റീഡിംഗ് ആണിത്. Okay, pile 1 the sun card and pyrite crystal. Pile 2 again sun card ആണ്, അത് മലക്കൈറ്റ് ആണ് ക്രിസ്റ്റൽ. ദ സൺ കാർഡ് തന്നെയാണ് തേർഡ് പൈലിനും, അഗെയിൻ വിത്ത് അമെത്തിസ്റ്റ്. ഓക്കെ, ഇതിലേത് ഈ പറഞ്ഞ പോലെ കാർഡ്സുമായിട്ടാണ് കണക്ഷൻ ഫീൽ ചെയ്യുന്നത് അത് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണ് വരുന്നതെന്ന് നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, നേരെ നമുക്ക് പൈൽ റീഡിങ്ങിലേക്ക് പോകാം, നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോകാം. ഹായ് പൈൽ 1, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ഒരുപാട് സന്തോഷം, നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കാണുന്നു, നിങ്ങളുടെ കമൻറ്റ്സ് ഇടുന്നു. ഓക്കെ, അതുമാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നു. സീരിയസ്ലി എനിക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും ഓരോ വ്യൂ കൂടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ലൈക്ക് യെസ്, ഞാൻ എൻ്റെ കളക്റ്റീവായിട്ട് കണക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കൺഫർമേഷനാണ് യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ എൻ്റെ നിന്ന്. താങ്ക് യു സോ മച്ച് ഫോർ ലൈക്കിങ്, ഷെയറിങ് ആൻഡ് സപ്പോർട്ടിങ്. ഓക്കെ, നമുക്ക് നോക്കാം. പൈൽ 1 നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ സൺ കാർഡും, ഓക്കെ, റൈഡർ വിത്ത് ടെക്കിൻ്റെ സൺ കാർഡും അതുപോലെ തന്നെ പാരൈറ്റ് ക്രിസ്റ്റലുമാണ്. ഓക്കെ, സോ നിങ്ങളുടെ സക്സസ്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴത്തേനും സക്സസ്ഫുൾ ആവും, നിങ്ങളുടെ സക്സസ് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ആയി വരുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പൈറേറ്റ് ക്രിസ്റ്റലിനെ കാണുമ്പോൾ ഉള്ള മെസ്സേജ് ഞാൻ പറയാം. ഓക്കെ, പൈറേറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് തന്നെ ഫൂൾസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലാണ്. ഓക്കെ, ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു പ്രത്യേക തിളക്കവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു ക്രിസ്റ്റലാണിത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണി മാനിഫെസ്റ്റ് ചെയ്യാൻ, ഓക്കെ, മണി മാനിഫെസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ. ഈ പറഞ്ഞ പോലെ ഇത് കൂടുതലും കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്രമാണ്. ഓക്കെ, ആ ചക്രയാണ് ഈ പറഞ്ഞ പോലെ നമ്മളെ ആക്ഷൻസ് എടുക്കാൻ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. എല്ലാവർക്കും ഉള്ളൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷേ അത് ചെയ്യാനുള്ള ധൈര്യക്കുറവ്. പക്ഷേ എപ്പോഴാണോ നിങ്ങളുടെ സക്സസ് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സൈൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൂചന കിട്ടുന്നത്, നിങ്ങൾക്കറിയാം ലൈക്ക് എനിക്കിത് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ആരെയും നോക്കുന്നില്ല, ആരൊക്കെ എന്നെ എന്താ പറയുക, ഞാൻ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നൊന്നും ഞാൻ നോക്കുന്നില്ല, എനിക്കിത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ആക്ഷനായിട്ട് നിങ്ങൾ ചെയ്യും. ഓക്കെ, ഇതെല്ലാം പ്ലാനിൽ ചില ആൾക്കാരുണ്ട് പലതും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് പലതും പ്ലാൻ ചെയ്യാറുണ്ട്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം, അതിന് വേണ്ടുന്ന റിസർച്ച് ഇങ്ങനെയാണ്, അതിന് വേണ്ടുന്ന ഫണ്ട് ഇങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ആക്ഷൻ അത് ഈ പറഞ്ഞ പോലെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് എനർജിയിലായിരിക്കും. വേണോ വേണ്ടേ, ചെയ്താൽ ശരിയാവോ ഇല്ലേ എന്ന്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറയും, എന്നെ എങ്ങനെയെങ്കിലും ജഡ്ജ് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ളൊരു ചോദ്യം വരുന്ന ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ അതിന്ന് മാറി. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്രിസ്റ്റൽ കണ്ടിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന തോന്നിയാൽ ഡെഫിനറ്റ്ലി വാങ്ങിച്ചു കേട്ടോ. കാരണം പൈറേറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു എനർജി ലെവലിൽ കൂട്ടാനും, അത് മാത്രമല്ല നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടി നമ്മളെ ആക്ഷൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യിക്കാനും, ഗുഡ് ലക്കിനെ മാനിഫെസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു ക്രിസ്റ്റലാണിത്. ഓക്കെ, ഓൾറൈറ്റ്. പിന്നെ നിങ്ങളുടെ സൺ കാർഡ് എന്ന് പറയുമ്പോൾ വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൺ കാർഡാണ്. ചിലർക്ക് നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചതിന് ശേഷമായിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ പോലെ അത് മാത്രമല്ല നിങ്ങളുടെ ഇഷ്ടമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യില്ലേ. ഇപ്പം പലതും നമ്മൾ മറ്റുള്ളവർ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. ചിലർ നമ്മൾ പണ്ട് പോലെ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി, ചിലർക്കിത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിയേറ്റിവിറ്റി ഉണ്ട്. ആ ഒരു ക്രിയേറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ വരുമ്പോഴായിരിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിലെ സക്സസ് മാനിഫെസ്റ്റ് ആവുന്നത്. അതുമാത്രമല്ല നമ്മൾ പറയില്ലേ ചിലർക്ക് ട്രാവൽ,
നമ്മൾ എവിടെ നിന്ന് നമ്മൾ പറയില്ലേ, നമ്മൾ നാട്ടിൽ നിന്ന് ചിലപ്പോൾ പുറത്തോട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ ലൈഫിൽ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പോലും അറിയില്ല, ലൈക്ക് എല്ലാം നമ്മുടെ ലൈഫിൽ അറേഞ്ച് ചെയ്ത് വരും. അത് മാത്രമല്ല ആ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, ഒന്നുകിൽ കുഞ്ഞുണ്ടാകുക, അല്ലെങ്കിൽ ഒരു ട്രാവൽ നടക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു കോൺഫിഡൻസ് ഉണ്ടായി നമ്മൾ തന്നെ ആക്ഷൻസ് എടുക്കുക. ഓക്കെ, പ്ലാൻ ചെയ്യുന്നതിന് പകരം ആക്ഷൻ. ഓക്കെ, ആക്ഷൻ എന്ന വാക്കാണ് വരുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കും ഒരാൾക്ക് സീരിയസ്ലി ആക്ഷൻ്റെ വേർഡിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സ്പിരിറ്റ് എത്രയും കൂടുതൽ ആക്ഷൻ പറയില്ല. നിങ്ങളുടെ കാർഡ് എന്തായാലും അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്കത് കാണാമല്ലോ അല്ലേ. ഓൾറൈറ്റ്, നിങ്ങളുടെ സക്സസ് അല്ലെങ്കിൽ എപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ആവും. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. എപ്പോഴത്തേനാണ് ഫയൽ 1ൻ്റെ സക്സസ് അവരുടെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ആവുന്നത്? One more time, Spirit. Thank you, Spirit. Thank you very much. Alright. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അതെ, നിങ്ങൾക്കൊക്കെ ഞാനിങ്ങനെ ഷഫിൾ ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്, റീഡിങ് കുറച്ച് ലാഗാണെന്നുണ്ടെങ്കിൽ പറയണേ, എനിക്കറിയില്ല. എനിക്കിതാണ് കണക്ഷൻ കൂടുതൽ കിട്ടുന്നത്, സക്സസിൻ്റെ കാർഡ് തന്നെ. അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, യെസ്, വൗ, ഗ്രേറ്റ് കാർഡ്. കാരണം നമ്മുടെ സക്സസ് എപ്പോഴത്തേനും മാനിഫെസ്റ്റ് ആവണം എന്നറിയുന്ന ഏറ്റവും ബെസ്റ്റ് കാർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സക്സസ് തന്നെയാണ് മിഡിലിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലൈഫിൽ സഡൻ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടാവും. ഓക്കെ, പലതും ചെയ്യുന്നുണ്ടാവും, അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ആക്ഷൻസ് പലതും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കും. നമ്മൾ പറയില്ല, ചില സമയത്ത് നമ്മളങ്ങ് വിചാരിക്കും, ഈശ്വര എനിക്ക് വയ്യ, ഞാൻ മടുത്ത് എന്ന് പറയുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് എന്ന് വെച്ചാൽ വയ്യ, നമുക്ക് അതിൻ്റെ ഒരു കപ്പാസിറ്റി കഴിഞ്ഞു, നമ്മൾ ആ ഒരു സാച്ചുറേഷൻ പീരീഡ് കഴിഞ്ഞു, ഇനി എനിക്ക് വയ്യ, എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടു എന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ള ഒരു ടൈമുണ്ട്. ആ സമയത്ത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സമയത്ത് ആയിരിക്കും നിങ്ങളുടെ സക്സസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർ ഇപ്പോൾ പറഞ്ഞ പോലെ യൂട്യൂബിൽ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, റെഗുലർലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇടുന്നുണ്ടാവും. നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല, ലൈക്ക് എല്ലാ തവണ ഇടുന്ന പോലത്തെ ഒരു വീഡിയോ ആണെന്ന് വിചാരിച്ച് നിങ്ങളങ്ങ് ഇടുകയാണ് വീഡിയോ. ഓക്കെ, സോ എന്തായിരുന്നാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്ത് നിങ്ങളിപ്പം മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പം മ്യൂസിക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും ഡെയിലി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പലപ്പോഴായിട്ട് പല സമയത്തും നിങ്ങൾ പല മ്യൂസിക് കൺസേർട്ട്സ് നടത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പല നിങ്ങൾ ഒരു ബാൻഡ് നടത്തുന്ന ആൾക്കാർക്കും അതിൽ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ എന്താ പറയുക മ്യൂസിക് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ പോലെ വിചാരിച്ച രീതിയിലൊരു റീച്ചോ കാര്യങ്ങളൊന്നും കിട്ടില്ല. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ആണ് നിങ്ങളുടെ റീച്ച്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ എനിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജ് വരുന്നത് വെച്ചാൽ, എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അതായത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എസ്പെഷ്യലി എപ്പോഴും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അതായത് ട്രെൻഡിൻ്റെ കൂടെ പോരുതെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇവിടെ കൂടുതലും നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആണ്, ട്രസ്റ്റ് ചെയ്താലില്ലെങ്കിലും. ഓക്കെ, വളരെ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ലൈഫിൽ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ അതിൽ ആ ഒരു പാത്തിലൂടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഓക്കെ, ആ പോകുന്ന ആദ്യത്തെ സമയത്ത് സക്സസ് അല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടേ ഇരുന്നാൽ ഡെഫിനറ്റ്ലി. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഈ പറഞ്ഞ ട്രെൻഡ് ഫോളോ ചെയ്യാറുണ്ട്, ട്രെൻഡ് ഫോളോ ചെയ്യുമ്പോൾ അങ്ങ് പോവും, ഗോ വിത്ത് ദ ഫ്ലോ പോലെ അങ്ങ് ചെയ്യാം. പക്ഷേ ചില ആൾക്കാരത് ഈ പറഞ്ഞ പോലെ അവർക്ക് എനിക്ക് ട്രെൻഡൊക്കെ കണ്ടാൽ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഇൻഡ്യൂട്ടീവ് ഫീലിങ്ങിൽ എന്താ വരുന്നത്, ഓക്കെ, എനിക്ക് എന്താണ് ഇൻഡ്യൂഷനിൽ തോന്നുന്നത്, അതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ചിലർ ഇതിനകത്ത് കാണുന്നത് എനിക്കറിയില്ല, നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, അതായത് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോൺസർഷിപ്പോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എപ്പോഴും നിങ്ങളെ റിയൽ എന്താണോ, നിങ്ങളുടെ റിയാലിറ്റി എന്താണോ അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ സക്സസിൻ്റെ റീസൺ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഞാൻ എൻ്റെ റിയൽ ആണ്, അല്ലെങ്കിൽ എൻ്റെ റിയൽ ഫേസ് ആണ് ഈ പറഞ്ഞ പോലെ കാണിച്ചിരിക്കുന്നത്. അപ്പം അവിടെയാണ് നിങ്ങളുടെ സക്സസ്. കാരണം നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, ഡൗട്ട് വരും, ഈശ്വര ഞാനിത് ചെയ്യുന്നത് നീ കാണുന്നില്ല, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എന്താണ് എൻ്റെ ലൈഫിൽ ഒരു തെളിച്ചം വരാത്തതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ റിസൾട്ട്, ഓക്കെ, എനിക്ക് നിങ്ങളുടെ റിസൾട്ട്സ് എപ്പോഴത്തേനും, അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല, ചിലർക്ക് ഈ പറഞ്ഞ പോലെ മാരേജിന് ശേഷമാണ് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സക്സസ്ഫുൾ ആകുന്നത്. ഓരോരുത്തർക്കും
ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ചിലർക്ക് ട്രാവൽ, ഞാനത് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കോൺഫിഡൻസ്. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസോട് നിങ്ങളുടെ കറേജിൽ നിങ്ങൾ എപ്പോഴാണോ വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് തന്നെയാണ് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ സക്സസ്, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സക്സസ് മാനിഫെസ്റ്റായി വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്, ഓക്കെ, മാനിഫെസ്റ്റേഷൻ നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടാവും. ആ മാനിഫെസ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെത്തേഡ് തന്നെ, അതായത് പല പല മെത്തേഡ്സിൽ ഫോളോ ചെയ്യരുത്. ഓക്കെ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് നിങ്ങൾ പല പല മെത്തേഡ്സ് ശരിയാണ്, പല പല മെത്തേഡ് ഫോളോ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഏതാണ് ഏറ്റവും കണക്റ്റഡ് എന്നുള്ളത്. അത് നിങ്ങൾ എടുക്കുക. ഞാൻ എന്തായാലും മറ്റേ കാർഡ്സും കൂടി എടുക്കാം കേട്ടോ. വിൻ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ്. ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. അതായത് നമ്മൾ പറയില്ലേ, നിങ്ങൾ ആൻസർ യു നീഡ് ആർ കമ്മിങ് ഓൾറൈറ്റ്. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം, ലൈക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്കറിയാം ഒരു 50-50 ചാൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ നിങ്ങൾ പറയില്ലേ, നിങ്ങൾ ചെയ്യുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ആ ഒരു ബ്രേക്ക് ത്രൂ. ഓക്കെ, ബ്രേക്ക് ത്രൂ വരുന്നത്. കാരണം അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നമ്മൾ പറയില്ലേ. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിലും ആ ഒരു സാച്ചുറേഷൻ കഴിയും. നമ്മൾ എല്ലാ ദിവസവും എക്സ്പെക്ട് ചെയ്യും, ലൈക്ക് ഇപ്പം നമ്മുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സക്സസ് വരും, ഇപ്പം നമ്മുടെ സക്സസ് വരും. പിന്നെ ആകുമ്പം ശരി, നമ്മളിപ്പോൾ ചെയ്യുക, അത് നമ്മുടെ ഒരു റുട്ടീനായിട്ടങ്ങ് മാറും. റുട്ടീനായിട്ട് മാറുമ്പം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ലൈക്ക് ഇത് ആ ഒരു പർട്ടിക്കുലർ ഒരു വീഡിയോ ആയിരിക്കും ഭയങ്കരമായിട്ട് റീച്ച് ആവുന്നത്. ഓക്കെ, അത്രയും ഭയങ്കരമായിട്ട് റീച്ച് ആയത് എനിക്കറിയില്ല. ഇതിനകത്ത് മെജോറിറ്റി ആൾക്കാരും കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. എനിക്ക് അതിൻ്റെ എനർജീസാണ് കൂടുതൽ. ബിസിനസ് ഓണേഴ്സ്, ഓക്കെ, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുക. നിങ്ങൾ അതിന് വേണ്ടുന്ന പലതും ചെയ്യുന്നു, പല കാര്യങ്ങളും, പല ബിസിനസ്സിന് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ വിചാരിക്കുന്ന ഒരു സക്സസ് കിട്ടുന്നില്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതല്ലാണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആൾക്കാരുണ്ടാവും. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ചെയ്യുന്നത് ഓക്കെ, അത്യാവശ്യം അതിലൊരു അറിയുന്നുണ്ട്. നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഹ്യൂജ് ഫണ്ട് എമൗണ്ടിൽ ഒരാൾ നിങ്ങളെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന എന്താ പറയുക, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വലിയൊരു എന്താ പറയുക കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ഇത് തരുന്നു. അത് നിങ്ങളുടെ ലൈഫിലൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും. ഓക്കെ, പിന്നെ ചില ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോബ് സെർച്ച്. ഓക്കെ, അപ്പം സെർച്ച് ചെയ്തു, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ട്രാവൽ. ഓക്കെ, നിങ്ങൾ ഒട്ടും നിങ്ങൾക്ക് ആഗ്രഹമില്ല സീരിയസ്ലി ഇവിടുന്ന് പോകാൻ, ഇവിടുന്ന് വിട്ടു പോകാനൊന്നും ആഗ്രഹമില്ല. പക്ഷേ പല പല സമയത്തും പല പല രീതിയിലും നിങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നു. ഫൈനലി നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു, ലൈക്ക് ഇനി ഒന്ന് നോക്കട്ടെ, എന്തായാലും പോവാം, എനിക്കിവിടെ കിടന്ന് മതിയായി, ഇനിയിപ്പം ഞാൻ പോകുന്നതായിരിക്കും കുറച്ചും നല്ലത്. ചിലപ്പോൾ മേ ബി അവിടെ ആയിരിക്കും എന്നെ ദൈവം കാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നു. വെരി ഗ്രേറ്റ്. എനിക്കിഷ്ടപ്പെട്ടെന്താണ് നിങ്ങളുടെ എനർജി. സ്പിരിറ്റ് എനിക്ക് വേറെ എന്തെങ്കിലും മുന്നിട്ട് പറയാനുണ്ടോ? പൈൽ വണ്ണിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും? കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല വിൻ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 50-50 ചാൻസസ് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു സമയത്താണ് ഏഞ്ചൽ ഓഫ് ലവ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തോടു കൂടിയുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ റിയാലിറ്റിയിൽ ആ ഒരു സീരിയസ്ലി അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിനാണ് ആ ഒരു അത് വരുന്നത്. ഏഞ്ചൽ ഓഫ് ലവ്. ചിലർ ഇവിടെ ഡെഫിനറ്റ്ലി കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ, വ്ളോഗേഴ്സ്, കുക്ക് ചെയ്യുന്ന ആൾക്കാർ. കുക്കിങ്ങിന് ഒരു സാധനം വന്നില്ല, പക്ഷെ എന്തോ എനിക്കതൊരു ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്, ബാലൻസ്, സ്ട്രെങ്തിൻ്റെ എനർജിയാണ് കിട്ടുന്നത്. ഏഞ്ചൽ ഓഫ് ബാലൻസ്, ബ്ലോസമിങ് അബണ്ടൻസ്, 7th ചക്ര. നിങ്ങൾ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഗൈസ്, ഡെഫിനറ്റ്ലി. ആക്ഷൻ. വാവ്. നിങ്ങൾ എപ്പോഴാണ് ആക്ഷൻ എടുക്കുന്നത്? ഡെഫിനറ്റ്ലി ആ സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കംപ്ലീഷൻ, അല്ലെങ്കിൽ ആ ഒരു ചില ആൾക്കാർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താണോ ശരി, ഞാൻ ഇനി ഒന്നും നോക്കുന്നില്ല, ഇനി ആലോചിച്ച് എനിക്ക് മടുത്ത്, ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എൻ്റെ റിയാലിറ്റിയിൽ കൊണ്ടുവരണം എന്ന് നിങ്ങൾ എപ്പോഴാണ് വിചാരിക്കുന്നത്, അവിടെയാണ് നിങ്ങളുടെ സീരിയസ് ബ്രേക്ക് ത്രൂ എന്നൊക്കെ കിടക്കുന്നത്. സൂപ്പർ. എനിക്കൊന്നും പറയാനില്ലേ. എന്തെങ്കിലും ഫൈനൽ കാർഡ്സ് അല്ലെങ്കിൽ ഫൈനൽ മെസ്സേജ് സ്പിരിറ്റ്? ഓക്കെ, ഫൈനലായിട്ട് നിങ്ങൾക്കറിയാവുന്ന എന്നാ നോക്കാം. തുറന്നു തന്നെ നല്ലൂടെ. 3 rays of light, ബാലൻസിങ് മെയിൽ ആൻഡ് ഫീമെയിൽ എനർജീസ്, പീസ് ആൻഡ് ഹാർമണി. ഇവിടെ ബാലൻസ്, ഏഞ്ചൽ ഓഫ് ബാലൻസിൽ ഈ പറഞ്ഞ പോലെ
നമ്മൾ പറയും നമുക്ക് ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ ഈ ആഗ്രഹങ്ങളൊക്കെ എവിടെ കിടക്കുന്നു വെച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ കിടക്കുന്ന എപ്പോഴും നമ്മുടെ എന്താണ് മിസ്റ്റിക് സ്റ്റാർ, ഹാർമണി ഇൻ ദ ഹോം ആൻഡ് ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്സ്. And final card is wishes come true. റാപ്പിഡ് അച്ചീവ്മെൻറ്റ് ഓഫ് യുവർ ഡ്രീംസ് ആൻഡ് വിഷസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല അൺഎക്സ്പെക്റ്റഡ് റാപ്പിഡ്, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സമയത്ത് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു സക്സസ് അല്ലെങ്കിൽ റിയാലിറ്റി മാനിഫെസ്റ്റായി വരുന്നത്. അതിൽ ഡൗട്ടൊന്നും വേണ്ട. പിന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇവിടെ ഹോമിൻ്റെ എനർജിയൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഹോം എനർജിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ പറയാം നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും സക്സസ്ഫുൾ ആവുന്നത്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇവിടെയും ബാലൻസിങ്ങിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഇതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ എനർജിയുടെ ബാലൻസാണ്. ഇവിടെയും കാണിച്ചിരിക്കുന്ന ഏഞ്ചൽ ഓഫ് ബാലൻസ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ രണ്ട് എനർജിയും നിങ്ങൾ ഇതിന് മുന്നേ മിക്കവാറും കാണുന്ന നമ്പർ 69 അല്ലെങ്കിൽ 96, ഇതൊക്കെ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതിനെ കാണിക്കുന്ന ഓരോരോ നമ്പേഴ്സാണ്. ഫെയറി മാജിക്, respectfully work with the fairies and elementals to achieve your goals. മാനിഫെസ്റ്റേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യണേ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു മാനിഫെസ്റ്റേഷൻ അത് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഗുഡ് ലക്ക് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് വരുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഗൈസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഗൈഡൻസുമായിട്ട് കണക്റ്റായി എന്ന് തോന്നുന്നു. കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹാർട്ട് ഇടുക. നിങ്ങളെനിക്ക് റെഡ് ഹാർട്ട് ഇടുക. ഓക്കെ, എനിക്ക് ചുമ്മാ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, നിങ്ങൾക്ക് കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇടണേ. അത് മാത്രമല്ല, എന്തെങ്കിലും പർട്ടിക്കുലർ റീഡിങ് അറിയണമെങ്കിൽ 1-2 റീഡിങ്സ് ഓൺ ദ വേ ആണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പർട്ടിക്കുലർ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി. നെഗറ്റീവ് ആണെങ്കിലും എനിക്കങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആയെങ്കിലും പറയാം, കണക്റ്റ് ആയില്ലെങ്കിലും പറയാം. അതുപോലെ തന്നെ കണക്റ്റ് ആയില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ വേറെ ഫയൽസും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കറിയില്ല നിങ്ങൾക്കുള്ള മെസ്സേജ് ഇതിനകത്ത് വരുന്നതെന്ന്. ഓക്കെ, all right, thank you so much for supporting guys. Thank you very much for giving me the opportunity to read you. Okay, read your energies and all. All right, peace, prosperity, abundance. Thank you very much. അടുത്ത റീഡിങ്ങിലേക്ക് കേട്ടുമുട്ടാം. ബൈ. ഹായ് പൈൽ 2, നിങ്ങളുടെ റീഡിങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. അത് മാത്രമല്ല കോമൻറ്റ്സ് ഇടുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരുപാട് സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കണക്റ്റ് ആയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ആരോ ഒരാളിങ്ങനെ ഒട്ടും കണക്റ്റ് ആയിട്ടില്ല എന്നുള്ളത് മെസ്സേജ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, മേ ബി എനിക്കറിയില്ല അതെന്തുകൊണ്ടാണെന്നും എനിക്ക് പറയാനറിയില്ല. നിങ്ങൾ കണക്റ്റ് ആവുകയാണെങ്കിലും കണക്റ്റ് ആയില്ലെങ്കിലും ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ്സ് ഇടുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന്. ഇമ്മീഡിയറ്റ് റെസ്പോണ്ടാണ്. ഓൾ റൈറ്റ്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽ എന്ന് പറയുന്നത് മലക്കൈറ്റ് ആണ്. മലക്കൈറ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹാർട്ട് ചക്ര റിലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഓക്കെ, ഞാനിതും പൈറേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിത് ഈ ക്രിസ്റ്റൽസൊക്കെ ഭയങ്കരമായിട്ട് കണക്ഷൻ, എൻ്റെ ടേബിൾ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ക്രിസ്റ്റൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് 100%. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫൈനാൻസ് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഇവരുടെ അടുത്തൊക്കെ പറയും. ഇവരെല്ലാം എനിക്ക് ഒരു ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ പോലെ റീഡിങ്സ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അവിടെ ഇരിക്കുമ്പം ഞാൻ ചെയ്യുന്ന ടൈം കുറച്ച് ഡിഫറെൻ്റാണ്. 10 to 1:30 ഒക്കെയാണ് ഞാൻ ചെയ്യുന്ന സമയം. അപ്പം ആ സമയത്ത് ചിലപ്പം ഈ പറഞ്ഞ പോലെ ആൾക്കാരെ കാണും, ഓൾറെഡി ലിസ്റ്റിൽ കാണും. അങ്ങനെ ലിസ്റ്റിലുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. എനിക്കങ്ങനെ വെറുതെ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്ന ആളാണ്. വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ആപ്പിൽ വർക്ക് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഈ കളക്റ്റീവ് റീഡിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈമിങ്ങിലിരിക്കുമ്പോൾ ചില സമയത്തൊന്നും എനിക്ക് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആൾക്കാരെ ആരും കണക്ട് ചെയ്ത് വരാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ അടുത്ത് പറയും ലൈക്ക് എനിക്ക് വയ്യ, എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം എന്ന് പറയും. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത നെതർലാൻഡ് അല്ലെങ്കിൽ കാനഡ അങ്ങനെയുള്ള കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് സീരിയസ്ലി പറ്റിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് 100% പറയും നിങ്ങൾക്കൊക്കെ ഈ ക്രിസ്റ്റൽസുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, കാരണം ഒരു എനർജി ഉണ്ട്.
ഓക്കെ. അതിന് 100% എനർജി ഉണ്ട് എല്ലാ ദിവസത്തെയും. ഈ പറഞ്ഞ പോലെ ഇന്നത്തെ വിഷയം ഇതല്ല, ബട്ട് എന്നിരുന്നാലും എനിക്ക് എന്തോ ഈ മലക്കരി ക്രിസ്റ്റൽ കണ്ടപ്പം എൻ്റെ സിറ്റുവേഷൻസൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മേ ബി ഇത് ആർക്കെങ്കിലും കേൾക്കാനുള്ളതായിരിക്കാം. ഓൾ റൈറ്റ്. അപ്പം നമുക്ക് ഈ മലക്കരി ക്രിസ്റ്റൽ ഡെഫിനറ്റ്ലി ഹാർട്ട് ചക്ര മണി റിലേറ്റഡ് ആണ്, മണി മാനിഫെസ്റ്റേഷൻ ഉള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നു കണക്ട് ചെയ്യാൻ തോന്നുന്നു, ഡെഫിനറ്റ്ലി വാങ്ങുക, കണക്ട് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക ക്രിസ്റ്റൽ തന്നെയാണ്. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഡിവൈൻ ടാരോ ഡെക്കിലെ സണ്ണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൺ കാർഡ് തന്നെയാണ്. എനിക്ക് സൺ കാർഡ്സ് ഒക്കെ ഇഷ്ടമാണ്. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാർഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% സണ്ണെന്ന് പറയും. മേ ബി ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ സണ്ണ് ഓഫ് കോഴ്സ് ഭയങ്കര സണ്ണ് വരുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവുക അല്ലേ. എന്ന് വെച്ചാൽ ഇപ്പം മൂണിൻ്റെ എനർജിയിൽ എല്ലാം ക്ലിയർ അല്ല, ഒരുപാട് സാധനങ്ങൾ ഹിഡനാണ്. പക്ഷേ സണ്ണിൻ്റെ അടുത്ത് നിന്ന് ഒരൊറ്റ കാര്യത്തിന് പോലും ഹിഡൻ ആക്കിയിരിക്കാൻ പറ്റില്ല. ആ ഒരു സൺ എനർജി വരുമ്പോൾ ഇതിൽ എസ്പെഷ്യലി നിങ്ങൾ സെലക്ട് ചെയ്ത പല ആൾക്കാർക്കും ഈജിപ്റ്റുമായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലേ റാ റാ സൺ ഗോഡ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ANKH അതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണേ. കാരണം നിങ്ങൾ പലർക്കും ഈജിപ്ഷ്യൻ കണക്ഷൻ എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ എന്നൊന്നും അറിയില്ല. കാരണം ഇതിന് മുന്നേ ഏതൊരു റീഡിലും ഈ പറഞ്ഞ പോലെ ഈജിപ്ഷ്യൻ ഗോഡസിൻ്റെ എനർജി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സം ഓഫ് യു ആർ ഡെഫിനറ്റ്ലി കണക്റ്റഡ്. ഗൂഗിൾ ചെയ്ത് നോക്കണേ ഡെഫിനറ്റ്ലി. റാ അവിടുത്തെ എന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവരുടെ ആ ഒരു ഡെപിക്ഷനിലൊക്കെ ഈ പറഞ്ഞ അവർക്കറിയാം ലൈക്ക് ഈ ഷാഫ്റ്റും അതുപോലെ തന്നെ ഇവർ നിൽക്കുന്ന രീതികളും ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ്. അത് മാത്രമല്ല എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഡിഫറെൻ്റ് മാത്രമല്ല ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് റായാണ് അവിടുത്തെ സൺ ഗോഡ് അല്ലെങ്കിൽ ഗോഡെന്ന് ഭയങ്കര ഡിവൈനായിട്ടുള്ള എനർജിയാണ് അദ്ദേഹം. നമ്മൾ പറയുന്ന പോലെ അവിടെയൊക്കെയാണ് നമ്മളറിയാം മമ്മീസൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന സ്ഥലം. ഞാനായിട്ട് ഇതിൻ്റെ കഥകളൊന്നും പറയണ്ട, ഇന്ന് അതല്ല വിഷയം. നിങ്ങളുടെ സക്സസ് എങ്ങനെയാണെന്നാണ് ഞാൻ ഇതിനൊക്കെ പറഞ്ഞു തുടങ്ങി. ഞാൻ ഇൻഡെപ്തായി പോവും. ഇത്രയും ഇൻഡെപ്തൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയില്ല. നോക്കാം. എന്തായാലും സൺ ഗോഡ് ഈജിപ്ഷ്യൻ ഗോഡിൻ്റെയൊക്കെ ഒരു റീഡിങ്സ് ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാം കേട്ടോ. കാരണം ഇത് കണ്ടിന്യൂസ്ലി വരുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി ആർക്കും കേൾക്കണം എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, സോ സൺ ഗോഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സക്സസ് എപ്പോഴത്തേക്കും മാനിഫെസ്റ്റ് ആവും, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ സക്സസ് മാനിഫെസ്റ്റ് ആയി വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് സ്പിരിറ്റ് എനിക്കറിയേണ്ടത് എപ്പോഴായിരിക്കും ടൈൽ 2ൻ്റെ സക്സസ് അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആകുന്നത്, എങ്ങനെയായിരിക്കും അവരുടെ സക്സസ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, first Queen of Swords. All right, Knight of Cups, the Tower card. Wow. Tower card മൂന്ന് പേരല്ല, നിങ്ങൾ രണ്ടാമത്തെ ആൾക്കാരാണ്. ഫസ്റ്റ് ആൾക്കാർക്കും ഇതേ പൊസിഷനിൽ തന്നെ ടവർ ഉണ്ടായിരുന്നു. 3 of Wands, എക്സ്പാൻഷൻ. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ പറയാനുള്ളത് മുഖത്തോക്കി പറയും. അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ് നിങ്ങൾ. ഓഫ് കോഴ്സ് അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് പറയണമെന്ന് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, നിങ്ങൾക്ക് അത് ആ ഡിസിഷൻസ് ചില ആൾക്കാരടുത്ത് നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടേതായ പലർക്കും ഇത് കമ്മ്യൂണിക്കേഷൻ, അതായത് നിങ്ങളുടെ സക്സസ് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് കാര്യമാണെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ആ സക്സസ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റായി വരിക. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് ഈ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്, അതായത് നമ്മളെല്ലാവരും ഒരുപാട് ആൾക്കാരും കളക്റ്റീവിൽ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ നമ്മൾ പറയില്ലേ, നമ്മുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത്, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്താണ്, അൺഎക്സ്പെക്റ്റഡ് ആണ് നിങ്ങളുടെ കേസിൽ. നിങ്ങൾ വിചാരിക്കുന്ന, നമ്മൾ പറയില്ലേ, നമ്മൾ വിചാരിക്കും പലത് ചെയ്യുമ്പോൾ നമുക്കിത് സക്സസ്ഫുൾ ആവും, ഇതാണ് സക്സസ്ഫുൾ എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളുടെ കേസിലും. ഫയൽ 1ഉം 2 ആയിട്ട് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഫയൽ 1 കൂടെ കേൾക്കേ. മേ ബി നിങ്ങൾക്ക് അതിനകത്തുള്ള എന്തെങ്കിലും മെസ്സേജസ് കണക്റ്റഡ് ആയിരിക്കും. കാര്യം ടവർ കാർഡ് ഇതേ പൊസിഷനിലാണ് അവിടെ വന്നത്.
ഓക്കെ. അൺഎക്സ്പെക്റ്റഡ് ആണ് നിങ്ങളുടെ കേസിൽ, സംശയിക്കേണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഹയർ ലെവൽ ഓഫ് തിങ്കിങ് ഒക്കെ വരുന്ന സമയത്താണ് നിങ്ങളുടെ ആ ലൈഫിൽ ആ സക്സസ് വരുന്നതും. അതുപോലെ തന്നെ ചില ആൾക്കാർ പല കോഴ്സുകൾ, പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് എന്ത് കോഴ്സിനെ കുറിച്ചാണ്, പക്ഷേ പുതിയ കോഴ്സും നിങ്ങളുടെ ലൈഫിൽ എക്സ്പാൻഷൻ വേണം എന്നൊക്കെ വിചാരിച്ച് നിങ്ങളുടെ ലൈഫിൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് ഇപ്പം ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിച്ചു, നിങ്ങൾക്കറിയാം അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ലെവൽ എന്താ, അത് കൂടുതൽ പഠിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ പഠിക്കും തോറും നിങ്ങളുടെ ലൈഫിൽ ആ സക്സസിൻ്റെ ലെവൽ കൂടിക്കൂടി വരുന്നു. ഓക്കെ. അത് മാത്രമല്ല, നിങ്ങളിൽ പല ആൾക്കാരും ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേറ്റേഴ്സാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ഗൈഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഓക്കെ. മറ്റുള്ളവരെ ഗൈഡ് ചെയ്യണം. എസ്പെഷ്യലി പബ്ലിക് സ്പീക്കേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിനകത്ത് മെയിൻലി എനിക്ക് കിട്ടുന്ന എനർജീസ്. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം ലൈക്ക് ഈ പറഞ്ഞ പബ്ലിക് സ്പീക്കേഴ്സ് ഉണ്ട്, ഇതിൽ ഈ തെറാപ്പി പോലുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്കത് ഇതിലിപ്പോൾ ഇഷ്ടത്തിൻ്റെ കാര്യം വരുന്നില്ല, പക്ഷേ എന്നാലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാം. അത് ഞാൻ എൻ്റെ കളക്റ്റീവിനോട് പറയുന്ന കാര്യമാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാളും ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ സക്സസ് വരുന്ന വഴി നമ്മൾ അറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കേസിലും 100% ഈ പറഞ്ഞ പോലെ ഒട്ടും എക്സ്പെക്ട് ചെയ്ത് നമ്മൾ വിചാരിക്കും ഇത് ഞാൻ ചെയ്ത് തുടങ്ങിയ സക്സസ്. അങ്ങനെയല്ല. നിങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ എക്സ്പാൻഷൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ അടുത്ത ലെവൽ എന്ന് ചെയ്തിരിക്കുമ്പോൾ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു സക്സസ് നിങ്ങളുടെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റായി വരുന്നത്. അത് മാത്രമല്ല, പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവരുടെ ആ ഒരു എന്താണ് അവരുടെ ഒരു വിഷൻ കാര്യങ്ങൾ, അവരുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എനിക്ക് ക്വീൻ ഓഫ് സോർട്സ് ചില സമയത്ത് എനിക്ക് തോന്നും നമ്മളെല്ലാവരും ഈ ക്വീൻ ഓഫ് സോർട്സ് എനർജിയിൽ തന്നെ വരണം. കാരണം അവർക്ക് എന്താ പറയുക, അവരുടെ മൈൻഡ് വളരെ ക്ലിയറാണ്. ഓക്കെ. അവരുടെ മൈൻഡ് സോർട്സ് എപ്പോഴും എനിക്ക് മൈൻഡ് എനർജിയാണ്. കാരണം നമ്മുടെ മനസ്സ് എത്രത്തോളം ക്ലിയർ ആണോ അത്രത്തോളമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ലോജിക്കൽ മൈൻഡഡാണ്. ഇവർക്കറിയാം ലൈക്ക് ഇതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഇന്ന ഭവിഷ്യത്തുകളാണ് വരാൻ പോകുന്നത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇതിനെക്കുറിച്ചെല്ലാം ക്ലിയർ കട്ടായിട്ട് പറയുമെന്ന് പറയില്ലേ. ചില ആൾക്കാർ, നമ്മൾ പലരും മടിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പകുതി വിഴുങ്ങും, കുറേ പറയില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. ലൈക്ക് നിങ്ങളത് പറയാനായിട്ട് ശീലിക്കുക. പറയേണ്ട കാര്യങ്ങൾ ചില ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. ചില ആൾക്കാർക്ക് എത്ര കാണിച്ചു കൊടുത്താലും, അല്ലെങ്കിൽ നമ്മൾ എത്ര കാമായിട്ട് പറഞ്ഞു കൊടുത്താലും ഒന്നും മനസ്സിലാവില്ല. ചിലർക്ക് ആ ഒരു നിനക്ക് പറഞ്ഞില്ലേ, നിനക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ എന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചല്ലേ അവരുടെ അടുത്ത്. ആ ഒരു രീതിയിലാണെങ്കിൽ അവർക്ക് ഇതിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് പോലും തിങ്ക് ചെയ്യുള്ളൂ. ഓക്കെ. ഡെഫിനറ്റ്ലി കൊച്ചു പിള്ളേരെ, എനിക്കറിയില്ല ഇതിനകത്ത് കുഞ്ഞു കുട്ടികളൊന്നും ഇതിൻ്റെ എനർജി ഇല്ല, പക്ഷേ ചെറിയ പിള്ളേരെയൊക്കെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്ത് ഡെഫിനറ്റ്ലി ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗൈഡൻസ് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. അതിൻ്റെ ഒരു എനർജി എനിക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട് നിങ്ങളുടെ കേസിൽ. ഓക്കെ. കൊച്ചു കുട്ടികൾ, ടീച്ചേഴ്സ്, എസ്പെഷ്യലി ടീച്ചേഴ്സ്, ഗുരുക്കന്മാർ, അങ്ങനെയുള്ള ചില ഗുരുക്കന്മാരുടെ ഒരു പ്രത്യേകത ഉണ്ട്. അവർ പറയണമെങ്കിൽ പറയും, അവർ പിന്നെ നോക്കുകയൊന്നുമില്ല. ഹീലേഴ്സ് ചില ഡോക്ടേഴ്സ് ഉണ്ട്. ചില ഡോക്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വര ഈ ഡോക്ടറിൻ്റെ വായിൽ ചെന്ന് പെട്ടല്ലോ എന്ന് തോന്നും. പക്ഷേ അവർ പറയുന്നത് വളരെ കറക്റ്റാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ചില ആൾക്കാർക്ക് എസ്പെഷ്യലി അവർ അങ്ങനെ തന്നെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് മര്യാദ രീതിയിൽ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ സ്നേഹത്തോടെ പറഞ്ഞാലൊന്നും മനസ്സിലാവുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി ഒക്കെ വരുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓപ്പൺ അപ്പ് ആവുക എന്ന് പറയില്ലേ, ആ സ്റ്റേജിൽ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു സക്സസ് അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ ഇരിക്കുന്നത്. ഓൾറൈറ്റ്. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ. ഡെഫിനറ്റ്ലി നമ്മൾ ഞാൻ പറയില്ലേ, ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ഇതിലെല്ലാത്തിലും നമ്മുടെ ആക്ഷൻസ് പറയുന്നത് യു ആർ ഗുഡ് ഇനഫ്. നിങ്ങൾക്ക് ഡൗട്ടുണ്ട് ലൈക്ക് ഞാൻ ഗുഡ് ഇനഫ് ആണോ, അതുപോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേണ്ട. നമുക്ക് എപ്പോഴും നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എന്താ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എനിക്കെന്തോ ഇതിൽ വെർഗോ എനർജിയെക്കാളും ഈ പറഞ്ഞ പോലെ ജെമിനി, ലീബ്ര, അക്വേറിയസിൻ്റെ ഒക്കെ എനർജിയാണ് വരുന്നത്. അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ അവർ പറഞ്ഞങ്ങ് തീർക്കും. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും ചില സമയത്ത്, ഞാൻ ഇതിനൊക്കെ ഇനഫാണോ, എന്നെക്കൊണ്ട് അതിനൊക്കെ പറ്റുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടേ വെക്കണ്ട. ഇത് നിങ്ങൾക്കുള്ള റീഡിങ് തന്നെയാണ്. അതുപോലെ തന്നെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ടഫ് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എൻഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കഷ്ടപ്പെട്ടതിനൊക്കെ നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫിൽ നമ്മൾ കഷ്ടപ്പെടുന്നതിനൊക്കെ എവിടെ എൻ്റെ റിസൾട്ട് എന്നൊക്കെ ഞാൻ ഓഫ് കോഴ്സ് ചോദിച്ചിട്ടുള്ള ആളാണ്.
എൻ്റെ ബ്രേക്ക് ത്രൂ എവിടെ എൻ്റെ ലൈഫിൽ എന്നൊക്കെ ചോദിക്കുന്ന ആൾ തന്നെയാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ ആ ഒരു എന്താ പറയുക സക്സസ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. എസ്പെഷ്യലി പൈൽ 2 നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കാര്യങ്ങൾ പറയുക, കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. കാരണം തെറപ്പി, സൈക്കോളജിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ എനർജിയൊക്കെ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ചില ആൾക്കാർ ഓഫ് കോഴ്സ് കണ്ടൻറ് ക്രിയേറ്റർ ഉണ്ട്, പക്ഷേ ഇവിടെ അത്രയും ഭയങ്കരമായ ഏഞ്ചൽ ഓഫ് ലവ്. ഡെഫിനറ്റ്ലി ഗൈസ് നിങ്ങൾ ഈ പൈൽ 1 കൂടെ കാണണേ. ഇതേ കാർഡ് തന്നെ ഫസ്റ്റ് വന്ന് വീണിട്ടുണ്ടായിരുന്നു, ഏഞ്ചൽ ഓഫ് ലവ് എന്ന പൈൽ 1 കൂടെ കാണും ഡെഫിനറ്റ്ലി. ഓൾറൈറ്റ്, ഡെഫിനറ്റ്ലി ആർക്കേഞ്ചൽ ഏരിയയിലാണ് നിങ്ങളുടെ ലൈഫിൽ എന്തായിരുന്നാലും ആ ഒരു ബ്ലോസമിങ് എബണ്ടൻസ്. പൈൽ 1ഉം 2 ആയിട്ട് കൺഫ്യൂഷൻ ആണെങ്കിൽ പൈൽ 1 കൂടെ കാണാൻ നിങ്ങൾക്കുള്ള മെസ്സേജ് അതിനകത്ത് എന്തായാലും ഉണ്ട്. ഏഞ്ചൽ ഓഫ് ബാലൻസ്. ഞാൻ ഷഫിൾ ചെയ്തിട്ടല്ലേ പിള്ളേരെ, സോറി ഷഫിൾ ചെയ്തിട്ടല്ലേ ഞാനിത് എടുത്തത്. ആർക്കേഞ്ചൽ തേർഡ് ചക്ര. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അതും ഇതുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നിങ്ങളുടെ റീഡിങ് കേട്ടോ. ഓൾ ടൈഡ് അപ്പ്, കംപ്ലീഷൻ്റെ എനർജി. ഓഫ് കോഴ്സ് ഏരിയൽ നമ്മുടെ പറഞ്ഞ പോലെ വാവ്. സെക്കൻഡ് ചക്ര, തേർഡ് ചക്ര, ബാലൻസിങ്, ഇതൊക്കെ ഫസ്റ്റ് ബാലൻസിങ് ഓഫ് എനർജി ഒക്കെ ഫസ്റ്റ് പൈലിലും ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ ആയിരുന്നു ഏത് പൈൽ ചൂസ് ചെയ്യണമെങ്കിൽ. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി പൈൽ 1 കൂടി കാണുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മെസ്സേജ് ഉണ്ട്. അത് മാത്രമല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ പൂട്ടിക്കെട്ടും എന്ന് പറയില്ലേ, എനിക്ക് വയ്യ മടുത്ത് ഞാൻ ഇനി പൂട്ടിക്കെട്ടാൻ പോവാണ്, എനിക്ക് പരിപാടി ശരിയാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തുള്ള ബ്രേക്ക് ത്രൂ. ഓക്കെ, ബ്രേക്ക് ത്രൂസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഒന്നും ഈ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന അനുസരിച്ചല്ല. നമ്മൾ വിചാരിക്കും ഇതാണ് എൻ്റെ ബ്രേക്ക് ത്രൂ, അതാണ് എൻ്റെ ബ്രേക്ക് ത്രൂ. പിന്നെ ആകുമ്പോൾ നമുക്ക് ബ്രേക്ക് ത്രൂ ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം, അത്രയേ ഉള്ളൂ. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ എനർജി മാറുമ്പോഴാണ് ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ ആ ഒരു ചേഞ്ചും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അത് മാത്രമല്ല നമ്മൾ പറയില്ലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. 3 നമ്പർ 333 നിങ്ങൾ ഈ റീഡിങ് കണ്ടതിന് ശേഷം 333 നമ്പർ കാണാൻ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. അത് മാത്രമല്ല ഈ പറഞ്ഞ സെക്കൻഡ് ചക്ര ഏരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻസ് അല്ലെങ്കിൽ നമ്മുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്യുന്ന ഏഞ്ചലാണ് ആർക്കേഞ്ചൽ ഏരിയൽ. ആർക്കേഞ്ചൽ ഷാമുൽ തേർഡ് ചക്ര, നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്ര. നമ്മൾ ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയി നമ്മൾ പറയില്ലേ. ഇവിടെ പുള്ളിക്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരത്തിൻ്റെ മൈൻഡ് ക്ലിയർ ആണ്, എന്താ ചെയ്യേണ്ടത് എന്ന് പുള്ളിക്കാരത്തിക്ക് ക്ലിയർ ആണ്. കാരണം എല്ലാ കാര്യങ്ങളും അതായത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസും എല്ലാം മനസ്സിലാക്കി ഇരിക്കുകയാണ്. അടുത്ത ഷീസ് ടേക്കിംഗ് ആക്ഷൻ. പുള്ളിക്കാരത്തിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരന് അങ്ങനെ ഒരു ഡൗട്ടൊന്നുമില്ല, ആക്ഷൻ എടുക്കുകയാണ്. ഞാൻ ഇത് ഡിവൈൻ ഫെമിനിൻ മാസ്കുലിൻ എനർജിയിൽ ഇത് ആപ്ലിക്കബിൾ ആണ് കേട്ടോ, ഫെമിനിൻ മാത്രമല്ല. ഇപ്പം നിങ്ങൾ മേ ബി ഇപ്പം ആസ് ഓഫ് നൗ ഈ കാർഡ്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യൂൻ ഓഫ് സോർട്സ് ആയിട്ടായിരിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി ചിലർക്ക് ഈ പറഞ്ഞ പോലെ അത് കേൾക്കണം എന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനം എടുക്കുന്നു, അതിന് ആക്ഷൻ എടുക്കുമ്പോഴാണ് നമ്മൾ സീരിയസ്ലി നമ്മുടെ ലൈഫിൽ ആ ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരുന്നത്. ബ്ലോസമിങ് അബണ്ടൻസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡൗട്ടാണ്, ലൈക്ക് അബണ്ടൻസ് ഉണ്ടാവുമോ, സക്സസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. അബണ്ടൻസ്, സക്സസ് എല്ലാം നമ്മുടെ പറയില്ലേ നമ്മുടെ ലൈഫിൽ ആ ഒരു ഫ്ലോ വരും. നമ്മുടെ ചേഞ്ചും കാര്യങ്ങളും ഒക്കെ വന്ന് നമ്മുടെ ലൈഫിൽ ഒരു ഫ്ലോ വരും. സഡൻ ചേഞ്ച് എന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടവർ കാർഡ് വെച്ച് ആ ഒരു ചേഞ്ചിൻ്റെ എനർജിയും ഒക്കെ ഉണ്ട്. അപ്പം ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യുക, നിങ്ങളുടെ ഇന്നർ ഗൈഡൻസുമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ കാർഡ് ഇതിനകത്ത് ഒന്നിലും ഇല്ല, പക്ഷേ നിങ്ങളുടെ ലോജിക്കൽ മൈൻഡിൻ്റെ കാർഡുണ്ട്. സോ ചിലർക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ്, ആ ഒരു മൈൻഡ് സെറ്റൊക്കെ ചില കാര്യങ്ങൾക്ക് നമുക്കത് ആവശ്യമാണ്. ക്രിയേറ്റ്സ് എനർജറ്റിക് റെസൊണൻസ് ഫോർ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ്. ചില ആൾക്കാർ ഡെഫിനറ്റ്ലി പല ആൾക്കാർക്കും അവരുടെ ലൈഫിലുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ബിസിനസ് പേഴ്സൺസ് ഡെഫിനറ്റ്ലി ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എംപററിൻ്റെ എനർജി ഇതിനകത്തില്ല, പക്ഷേ എന്നാലും എനിക്കിവിടെ ബിസിനസ് പേഴ്സൻ്റെ എനർജി കിട്ടുന്നുണ്ട്. സേഫ് ആൻഡ് ഹാപ്പി ട്രാവൽ, പ്രൊട്ടക്ഷൻ ഫ്രം ഹാം വെൻ ജേർണി. നിങ്ങൾക്ക് ഡൗട്ടാണ്, ലൈക്ക് ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നമാവോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. സൺ, ദ ഗോൾഡൻ എനർജി ഓഫ് ദ സൺ ബ്രിങ്സ് ഫെയിം ആൻഡ് ഫോർച്യൂൺ. ഓക്കെ, നിങ്ങളതിൽ ആക്ഷൻ എടുക്കാൻ ഒന്നിനും ടെൻഷൻ അടിക്കേണ്ട. ആക്ഷൻ എടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്, എല്ലാം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. കാരണം നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺ എൻജോയ്ഡ് ഈവനിങ്, ദ പെർഫെക്റ്റ് നൈറ്റ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇതിനകത്ത് പറയാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പലർക്കും ഇത്
ട്രാവൽ റിലേറ്റഡ് ആണ്. 3 of Wands എക്സ്പാൻഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ചിലർക്ക് ഇത് ട്രാവലാണ്. അയ്യോ, മിക്കവാറും കളക്റ്റീവ്സിനൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഏകദേശം ഒരു വൈബുള്ള ആൾക്കാരാണ് കേട്ടോ. വെച്ചാൽ ഒരേപോലത്തെ എനർജീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. കാരണം സൺ കാർഡ് നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഫേമസ് ആവുമോ, ഞാൻ എത്രത്തോളം ഫേമസ് ആവും എന്നുള്ളതെനിക്ക് ഡൗട്ടേ വേണ്ട. നിങ്ങളുടെ ഫേമസും അതുപോലെ തന്നെ ഗുഡ് ഫോർച്യൂൺ നിങ്ങളുടെ ലൈഫിൽ 100% ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു ട്രാവലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ഫീൽഡിലേക്ക് പോകുമ്പോഴാണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സക്സസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നിങ്ങളിപ്പം ചില ആൾക്കാർ ഇതിൻ്റെയൊക്കെ ഒരു മിഡിൽ സ്റ്റേജിലായിരിക്കും. എപ്പോഴത്തേനാണ് എൻ്റെ ടൈം വരുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടൈം ടു ഷൈൻ അതിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കൂടിയാണ് ഈ ടൈം ടു ഷൈൻ്റെ കാർഡ്. ക്രിയേറ്റ് ദ എനർജീസ് റെസ്റ്റോറൻറ്റ്സ് ഫോർ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നമ്മൾ എന്താണോ ഞാൻ ഇതിന് മുന്നേ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ എനർജി വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മൾ എന്താണോ അതാണ് നമ്മുടെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ആയി വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും മാനിഫെസ്റ്റായി വരുന്നത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്. നമ്മുടെ എനർജി ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്, നമ്മുടെ ആക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിൽ വെച്ച് തന്നെ മുന്നോട്ട് പോവുക. ടെൻഷനൊന്നും അടിക്കേണ്ട. ഇതുവരെ എൻ്റെ സക്സസ് കണ്ടില്ലല്ലോ, ടെൻഷനാണ് വേണ്ടത്. നമ്മൾ ഇതിലൊന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്നിലും ഈ 2 പൈലും ഞാൻ റീഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കാർഡ് വന്നിട്ടില്ല. നമ്മൾ അറ്റാച്ച്ഡ് ആവരുത് എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. ഇപ്പം ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും വെക്കുന്ന ആളല്ല. കാരണം ഇതിപ്പം ഞാൻ എൻ്റെ കർമ്മ എനിക്ക് കിട്ടുന്ന എന്താണോ ഗൈഡൻസ് അതനുസരിച്ചുള്ള റീഡിങ്സും കാര്യങ്ങളും ചെയ്യുന്നു. ദിസ് ഇസ് മൈ കർമ്മ, ഞാനത് ചെയ്യും. ബാക്കി എന്നെ സ്പിരിറ്റ് ചെയ്തോളൂ. അതെൻ്റെ ട്രസ്റ്റാണ്. മനസ്സിലായില്ലേ? ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ ആർക്കെങ്കിലും കുറവുണ്ടെങ്കിൽ ഒരിക്കലും വേണ്ട കേട്ടോ. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നമ്മൾ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കുക. അവർ ചെയ്യട്ടെ. കാരണം നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ ബീയിങ്സ് ആണ്. അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് ഒക്കെ നമുക്കുണ്ട്. പക്ഷേ നമുക്ക് സീരിയസ്ലി നമുക്ക് ഓരോ ആളുകൾക്കും നമ്മുടേതായ സ്പിരിറ്റ് ഗൈഡ്സും കാര്യങ്ങളുണ്ട്. അവരെപ്പോഴും റെഡിയാണ് നമുക്ക് വേണ്ടി. പക്ഷേ അവർ നമുക്ക് വേണ്ടി റെഡിയാണെങ്കിലും നമ്മുടെ എന്താ പറയുക പെർമിഷൻ ഇല്ലാതെ നമ്മളെ സമ്മതമില്ലാതെ അവർ നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ കാര്യത്തിൽ പോലും ഇടപെടില്ല. പക്ഷെ നമ്മൾ അവർക്ക് ഓഫ് കോഴ്സ് ഞാനിപ്പോൾ പറയുന്ന സ്പിരിറ്റിൻ്റെ അടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. സ്പിരിറ്റ് ഇതെൻ്റെ കർമ്മയാണ്, സോ ഞാനിത് ചെയ്യും. ബാക്കി സ്പിരിറ്റിൻ്റെ കയ്യിൽ. എനിക്ക് അതിൽ ഇങ്ങനെ വേണം അങ്ങനെ വേണം, ഞാൻ ഒന്നും വാശി പിടിക്കുന്നൊന്നുമില്ല. ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയില്ലേ, ആ ഒരു എനർജിയിലേക്ക്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാധനമാണ്, പക്ഷേ അതിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഗൈഡൻസ് വളരെ ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടായിരിക്കാം മേ ബി ഈ സിറ്റുവേഷൻ എനിക്ക് ഇവിടെ പറയേണ്ടി വന്നത്. എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ സപ്പോർട്ടിങ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഈ റീഡിങ്ങിന് കിട്ടിയിട്ടുണ്ടെന്ന്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. കാര്യങ്ങൾ പലതും ചെയ്യുക. ആക്ഷൻ നമുക്ക് എല്ലാവരുടെ മനസ്സിലുണ്ടാവും, ആക്ഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ആക്ഷൻ എടുക്കുക. ആക്ഷൻ്റെ കാർഡില്ല, പക്ഷേ എനിക്ക് രണ്ടിൻ്റെ എനർജീസ് ഭയങ്കരമായിട്ട് കണക്റ്റഡ്. പൈൽ 1 പൈൽ 2 ഭയങ്കര കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പൈൽ 1 കൂടെ കാണുമെങ്കിൽ ഡെഫിനറ്റ്ലി കാണുക. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ആൻഡ് സപ്പോർട്ടിങ്, ലൈക്കിങ്, ഷെയറിങ് ആൻഡ് എന്താ പറയുക സബ്സ്ക്രൈബിങ് ടു ചാനൽ. താങ്ക് യു വെരി മച്ച്. പീസ്, പ്രോസ്പെറിറ്റി, അബണ്ടൻസ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കേട്ടുമുട്ടാം. ബൈ. ഹായ് പൈൽ 3, വെൽക്കം ടു ദ റീഡിങ്. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരും വീഡിയോസ് കാണുന്നു, കമൻറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് റെസൊണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പറയാം, ആയില്ലെങ്കിലും അത് പറയാം. ഡെഫിനറ്റ്ലി ഇതൊരു ഫ്രീ ആണ്, ഫ്രീ സ്പേസ് ആണ്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്. സോ പൈൽ 3 നമ്മുടെ സക്സസ് എന്നാണ് വരുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് നിങ്ങൾ ഹൈലി കണക്റ്റഡ്. നിങ്ങൾ പല ആൾക്കാരും ഹീലേഴ്സാണ്, ടാരോ റീഡേഴ്സാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്തു തുടങ്ങണേ. കാരണം പലർക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ടാരോ റീഡിങ്സും കാര്യങ്ങളും ന്യൂമറോളജി, ആസ്ട്രോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെയ്തു തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സക്സസും കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആയി വരുന്നത്.
അപ്പം അത് എപ്പോഴും മനസ്സിൽ വെക്കുക. നമ്മുടെ ഇൻഡ്യൂഷൻ, കാരണം എമത്തിസ്റ്റിൻ്റെ ക്രിസ്റ്റലാണ് എൻ്റെ കയ്യിലുള്ളത്. എമത്തിസ്റ്റ് നിങ്ങൾ ടാരോ റീഡിങ്സ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ഏറ്റവും കൂടുതൽ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്രൗൺ ചക്രയായിട്ടൊക്കെ കണക്റ്റഡ്, നമ്മുടെ തേർഡ് ഐ ചക്രയൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ക്രിസ്റ്റലാണ്. അപ്പം അത് മാത്രമല്ല, നമ്മുടെ ഇൻഡ്യൂഷൻ ഓൺ പോയിൻ്റ് ആവുക, ഒരു പ്രൊട്ടക്ഷൻ, ക്രിസ്റ്റൽ ഫോർ പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ, നിങ്ങളെപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ അതിലൊരു വിശ്വാസക്കുറവൊന്നും വയ്ക്കണം. എനിക്ക് സൺ കാർഡാണ് ഇഷ്ടം. പക്ഷേ ഞാനിപ്പം 3 ഡെക്സാണ് എടുത്തത്. 3 ഡെക്സിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള സൺ കാർഡ് എനിക്കിതാണ്. വെച്ചാൽ ഷീ ഈസ് ഹൈലി കണക്റ്റഡ്. ഓക്കെ, ആ പുള്ളിക്കാരത്തിൻ്റെ കഴുത്തിലെ മാല കാര്യങ്ങൾ ഒക്കെ കാണുമ്പം പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ആ ഒരു ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പുള്ളിക്കാരത്തി ലൈഫിൽ ആ ഒരു സക്സസ് എപ്പോഴും ഒരു സക്സസ്ഫുൾ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കാണുന്നവർ ഞാൻ എപ്പോഴും സക്സസ്ഫുൾ ആവും, എൻ്റെ ലൈഫിൽ സക്സസ് എന്തായാലും ഉണ്ടാവും, എൻ്റെ ലൈഫിൽ സക്സസ് ഇല്ലാത്തൊരു സമയം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് അത് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങളിൽ പല ആൾക്കാരും. ഓക്കെ, പിന്നെ ചില ആൾക്കാർക്ക് ഇത് എന്താ പറയുക, നമ്മൾ പറയില്ലേ എപ്പോഴും എന്നുള്ളൊരു ചോദ്യം. പക്ഷേ എനിക്ക് നിങ്ങളുടെ കേസിൽ എപ്പോഴും എന്നുള്ളൊരു ചോദ്യമുള്ള ഒരാൾക്കാരായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആയിരിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ സക്സസ്സും കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റായി നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അപ്പം അതെപ്പോഴും ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ പറയില്ലേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ, ഈ ലേഡിയുടെ എനർജിയിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലാണ്. ഇത് എസ് എന്നുള്ള ലെറ്റർ തന്നെയാണ്. ഓക്കെ, എന്തോ അതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെങ്കിലും പേര് എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇതൊരു ഡബിൾ കൺഫർമേഷനാണ്. റൈറ്റ്, നമുക്ക് നോക്കാം നിങ്ങളുടെ സക്സസ് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നത്. എപ്പോഴത്തേക്കും നിങ്ങളുടെ സക്സസ്സും നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവും. ഓക്കെ, സ്പിരിറ്റെ നമുക്ക് അറിയേണ്ടത് പൈൽ 3യുടെ സക്സസ്സാണ്. എപ്പോഴത്തേക്കും ആ ഒരു ബ്രേക്ക് ത്രൂ പോയിന്റ്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇവർ ആക്ച്വലി സക്സസ്ഫുൾ ആവുന്നത്. ഓക്കെ, 8 of Wands. ഓ വാവ്. എടാ, നിങ്ങൾ 3 പൈൽസും കൊള്ളാം. നിങ്ങൾ അതിൽ ആരെങ്കിലുമൊക്കെ 3 പൈലും കാണാമല്ലോ എന്ന് പറഞ്ഞ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. സഡനാണ്, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് തന്നെയാണ്, സഡനാണ്. ഇത് 8 of Wands ആണ്. ഭയങ്കര ക്വിക്കായിട്ടുള്ള ഇതിലുള്ള ആൾക്കാർക്ക്, ഇവർക്ക് സക്സസ്സിനോടൊന്നും വലിയ ഭയങ്കരമായ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. വേണം, സക്സസ് വേണം, അതുപോലെ തന്നെ ലൈഫിൽ സക്സസ്ഫുൾ ആവണം ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എന്താ പറയുക, അതിനൊരു വാശി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണം, ഇത് എൻ്റെ ലൈഫ് സക്സസ്ഫുൾ ആയാലേ ഞാൻ എൻ്റെ ലൈഫിൽ എല്ലാം സെറ്റ് ആവുള്ളൂ. ചില ആൾക്കാരുണ്ട്, ഇതൊക്കെ എൻ്റെ ലൈഫിൽ നടന്നാൽ ഞാൻ സക്സസ്ഫുൾ ആവും, അപ്പോഴേ ഞാൻ ഹാപ്പി ആവുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരല്ല കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും ചെറിയ സന്തോഷങ്ങൾ ഹാപ്പി ആവുന്ന ആൾക്കാരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എനർജിയിൽ പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് സങ്കടം വരും, അതുപോലെ പെട്ടെന്ന് എല്ലാം നമ്മൾ പറയില്ലേ, നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല നിങ്ങളുടെ ക്യാരക്ടർ. ചിലർ പറയാറില്ലേ, നിങ്ങളിൽ സങ്കടവും നിങ്ങൾക്ക് പെട്ടെന്ന് വരും, സന്തോഷവും നിങ്ങൾക്ക് പെട്ടെന്ന് വരും എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. ചില ആൾക്കാരത് ബാലൻസ് ചെയ്യും. അപ്പം നിങ്ങളുടെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ്സും കാര്യങ്ങളും, ആ സക്സസ്സിനേക്കാൾ കൂടുതൽ നമ്മൾ പറയില്ലേ, നമ്മൾ ആ യൂണിവേഴ്സിലൊരു ട്രസ്റ്റ് കൊടുക്കും. ലൈക്ക് നമ്മുടെ ലൈഫിൽ കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ യൂണിവേഴ്സിന് ട്രസ്റ്റ് കൊടുക്കും, നമ്മുടെ ലൈഫിൽ ആ സക്സസ്സും കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആവും എന്നുള്ളത്. അപ്പം അത് ഡെഫിനറ്റ്ലി ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ ഇതൊക്കെ ഒരു ട്രസ്റ്റ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ ട്രസ്റ്റ് ഉള്ളതുപോലെ തന്നെ ട്രസ്റ്റ് പോവുകയും ചെയ്യും, ട്രസ്റ്റ് വരികയും ചെയ്യും എന്ന് പറയുന്ന കണക്കാണ്. കാരണം 5 of Cupsൻ്റെ കാർഡ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയില്ലേ, നമ്മുടെ ചില ആൾക്കാർ ഇതിനകത്ത് പെട്ടെന്ന് സങ്കടം വരുന്ന ആൾക്കാരായിരിക്കും. പറഞ്ഞു തരുന്നവരുടെ സങ്കടം വരും. ആർക്കെങ്കിലും ഒരു വിഷമം അറിയുമ്പോഴേ കണ്ണ് നിറയുന്ന ആൾക്കാരാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇതിനകത്ത് പല ആൾക്കാരും ഹീലേഴ്സ് ഉണ്ട് കേട്ടോ, 100%. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ സക്സസ് നമ്മൾ പറയില്ലേ, യൂണിവേഴ്സ് നമുക്ക് തരുന്ന, നിങ്ങളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ കാര്യത്തിനും നിങ്ങൾ ഗ്രേറ്റ്ഫുള്ളാണ്. നിങ്ങളുടെ ലൈഫിലെ കുഞ്ഞു സന്തോഷത്തിന് നിങ്ങൾ ഗ്രേറ്റ്ഫുള്ളാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നതും നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലും, അതുപോലെ നമ്മൾ ഒട്ടും
എക്സ്പെക്ട് ചെയ്യാത്ത സമയങ്ങളിലൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ആ ഒരു ഹാപ്പിനെസ്സും ബ്ലെസ്സിങ്സും ഒക്കെ വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു ഹാപ്പിനെസ് ബ്ലെസ്സിങ്സിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കാരാണ്. അതുപോലെ തന്നെ പെട്ടെന്നായിരിക്കും, അതുപോലെ എന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ 7 ഓഫ് വാണ്ട്സിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡെഫിനറ്റ്ലി നിങ്ങൾ ഫുൾ കാർഡ് ഇതെടുക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഇതെടുത്തുകൊണ്ട് ഫുൾ കാർഡിനകത്തും എസ്പെഷ്യലി ഇത് അമത്തിസ്റ്റാണ്. നിങ്ങൾ അമത്തിസ്റ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ്, നമ്മൾ പറയില്ല എൻ്റെ ലൈഫിൽ ഞാൻ ന്യൂ ബിഗിനിങ്, സത്യം ന്യൂ ബിഗിനിങ് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഹാപ്പിനെസ്, എസ്പെഷ്യലി നിങ്ങൾ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്സും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഈ പറഞ്ഞ പോലെ റെസ്പോണ്ട് ചെയ്യേണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലത്ത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യില്ല. ചില സമയത്ത് നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നത് നല്ലത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എവിടെ മിണ്ടാതിരിക്കണം, എവിടെ ഞാൻ റിയാക്ട് ചെയ്യണം, എവിടെ ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ കട്ടായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഓക്കെ, സൈലൻസ്, ചിലർക്ക് നമ്മൾ പറയില്ലേ സൈലൻസ് ആണ് ചിലർക്കുള്ള മധുരം, മീൻസ് മറുപടി. ഓക്കെ, അവർക്ക് ആ ഒരു സൈലൻസിലൂടെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. ചില ആൾക്കാർ നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് 444 ആണ് നിങ്ങളുടെ നമ്പർ. ഞാനിപ്പോൾ നിങ്ങളുടെ റീഡിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ട നമ്പറാണ് 444. അപ്പോൾ 444 കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ റീഡിങ് തന്നെയാണ്, അതിൻ്റെ ഒരു ക്ലെയിം ചെയ്യുക. ഓക്കെ, അതുമാത്രമല്ല നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന സ്റ്റെബിലിറ്റിയാണ്. ആ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കൂടിയാണ് ഈ പറഞ്ഞ പോലെ 444 നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ പറയില്ലേ നിങ്ങളുടെ ആ ഒരു മെഡിറ്റേറ്റീവ് എനർജിയും, നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആണ്, ഹൈലി കണക്റ്റഡ് ടു യൂണിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി, ഗോഡസിൻ്റെ അടുത്ത് ഒക്കെ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതിൻ്റേതായ, അതായത് നിങ്ങൾ എന്നാണോ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ജേർണിയിൽ എത്തുന്നത്, അതിൻ്റെ ഒരു ന്യൂ ബിഗിനിങ് എടുക്കുന്നത്, അതിനുശേഷമാണ് നിങ്ങളുടെ ലൈഫിലെ സക്സസ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഒരു ഫിസിക്കൽ റിയാലിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി നമ്മൾ പറയില്ലേ ബാലൻസിങ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി എന്ന് പറയില്ലേ. അപ്പം ആ ഒരു എനർജി എനിക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ കേസിൽ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്നാണോ ബാലൻസ് ചെയ്ത് തുടങ്ങുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആയി വരിക. യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീയിങ് ടെസ്റ്റഡ്. കാരണം നമ്മൾ എത്രത്തോളം കമ്മിറ്റഡ് ആണ്. കാരണം പ്രാക്ടിക്കാലിറ്റി ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സക്സസും കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആയി വരുന്നത്. ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട് ദ എൻഡ് എഫർട്ട് ഓഫ് സൈക്കിൾ അപ്രോച്ചസ്. അത് തന്നെയാണ് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു എന്താ പറയുക ടഫ് പീരീഡും കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ക്ലെയിം ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആമത്തിസ്റ്റ് ക്രിസ്റ്റൽ, നിങ്ങൾക്കറിയില്ല പല ആൾക്കാർക്ക് ഇതിനകത്ത് ക്രിസ്റ്റൽസുമായിട്ട് ഭയങ്കര കണക്ഷനുള്ള ആൾക്കാരായിരിക്കണം. കാരണം നിങ്ങൾ ആ ക്രിസ്റ്റൽസിൻ്റെ എനർജീസൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സക്സസും ബ്ലെസ്സിങ്സും ഗുഡ് ലക്കും ഒക്കെ മാനിഫെസ്റ്റായി വരുന്നത്. ഓക്കെ, വാവ് എന്നേ എനിക്ക് പറയാൻ പറ്റും. കാരണം അതുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ബ്ലെസ്സിങ്സും ഗുഡ് ലക്കും ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂളായിട്ടുള്ള കാര്യമാണ്. എനിക്ക് സ്പിരിറ്റ് എനിക്കറിയേണ്ടത് വേറെ ഫർദർ എന്തെങ്കിലും പൈൽട്രി അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് അവരുടെ ലൈഫിൽ. ഈ പറഞ്ഞ പോലെ എന്താ ഗുഡ് ലക്ക് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ഒക്കെ മാനിഫെസ്റ്റായി വരുന്നതിൻ്റെ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ സക്സസ് മാനിഫെസ്റ്റായി വരുന്നതിൻ്റെ ഒരു ഓൾറൈറ്റ്. വാവ്, ഗോഡസ് ഓഫ് ദ മൂൺ. ഡെഫിനറ്റ്ലി നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇൻഡ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ജസ്റ്റ് ഒരു കൺഫർമേഷൻ എടുക്കാൻ വേണ്ടതാണ്. അപ്രീസിയേഷൻസ് നിങ്ങൾ പോലും നിങ്ങൾ പറയില്ലേ, അപ്രീസിയേഷൻസ് നിങ്ങളെ തേടി വരും. ഓക്കെ, ഡോർ ടു റൊമാൻസ്. Magician and the mirror. Definitely healers, manifestors, manifestation കുറിച്ച് second chakra, archangel Ariel, happy family. Wow. And Venus filter. Okay, goddess of the moon. ഓൾ റൈറ്റ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എനർജീനെ ക്ലെയിം ചെയ്ത് മാനിഫെസ്റ്റേഷൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലെ അപ്രീസിയേഷൻസും എല്ലാ സാധനവും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കേട്ടോ. നമ്മുടെ സീരിയസ്ലി നമ്മുടെ ഓരോരുത്തരെയും ലൈഫിലെ പല കാര്യങ്ങളും നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൺ കാർഡ്, സോറി ഞാൻ ബാക്കി 2 പൈൽസിനും അവരുടെ സൺ കാർഡ് ഇവിടെയാണ് വെച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓൾ റൈറ്റ്. അപ്പം ഈ പറഞ്ഞ പോലെ
മാനിഫെസ്റ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുക, ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ, യൂണിവേഴ്സൽ എനർജീസിനെ. അതിനൊക്കെ ശേഷം തന്നെയാണ് നിങ്ങളുടെ ബ്രേക്ക് ത്രൂ. അല്ലെങ്കിൽ കാരണം ഇതിൽ മെജോറിറ്റി ആൾക്കാരും ഹീലേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഴ്സ്, അതുപോലെ എന്താ പറയുക, അങ്ങനെയുള്ള ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാരും. ട്രസ്റ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് നമ്മുടെ ലൈഫിൽ ആ ഒരു റൊമാൻറ്റിക് പാർട്ട്ണറെ കണ്ടതിന് ശേഷമാണ് നമ്മൾ പറയില്ലേ, ഇതിൽ പല ആൾക്കാർക്കും എനിക്കറിയില്ല, നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം ട്വിൻ ഫ്ലെയിം ജേർണി, സോൾമേറ്റ് ജേർണി എന്നൊക്കെ പറയുന്നത്. ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ആ ഒരു അവേക്കനിങ് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നത്. പിന്നെ ഹാപ്പി ഫാമിലി, നിങ്ങളുടെ ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് അവിടെയാണ് നമ്മൾ പറയില്ലേ, ചിലത് ആ ഒരു ഫാമിലി തന്നെയാണ് അവരുടെ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ സക്സസിൻ്റെ ഫാക്ടർ എന്ന് പറയുന്ന പോലെ അവരുടെ ഫാമിലിയിലുള്ള ഓരോ കാര്യങ്ങളും എന്താ പറയുക ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലി ഹാപ്പി ആക്കി വെക്കാനുള്ള സ്റ്റെപ്സ് എടുക്കുക. അതിന് വേണ്ട കാര്യം മാത്രമല്ല, ചില ആൾക്കാർ ഇന്നത്തെ 100% എന്താ പറയുക കപ്പിൾ ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ പറഞ്ഞ പോലെ ബ്രേക്കപ്പ് ആവാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിച്ച് അവരെ ഗൈഡ് ചെയ്ത് അവരുടെ ലൈഫിൽ എന്താ ബ്ലെസ്സിങ്സ് കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. പലർക്കും ഈ പറഞ്ഞ പോലെ മറ്റുള്ള ലൈഫിൽ മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അവരുടെ ലൈഫിൽ ആ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് ഗൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എപ്പോൾ എത്തുമോ അപ്പോഴാണ് നിങ്ങളുടെ സക്സസ് ബ്രേക്ക് ത്രൂ 100%. നമുക്ക് നോക്കാം ഫർദർ എന്താ ഗൈഡൻസ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് നോക്കാം. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. എന്താണ് അടുത്ത ഇവർക്കുള്ള ഫർദർ ഗൈഡൻസ്? താങ്ക് യു. ഓൾറൈറ്റ്. പെർസിവറൻസ്, motivation to keep doing despite the odds. The element of fire heralds new life, renewal, passion, positive transformation. നിങ്ങൾ കൂടുതലും ഫയർ എനർജി, അതായത് ക്യാൻഡിൽ പോലുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ചെയ്യുക. പ്രൊട്ടക്ഷൻ, സ്ട്രോങ് പ്രൊട്ടക്റ്റീവ് മാജിക് ഫോർ ദ ഫാമിലി ആൻഡ് ദ ഹോം. നിങ്ങൾ 100% നമുക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും ടെൻഷനാണ്, എൻ്റെ ഫാമിലി പ്രൊട്ടക്റ്റഡ് ആണോ, എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പ്രൊട്ടക്റ്റഡ് ആണോ? 100% പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ് ഇവിടെ ഉള്ളത്. ട്രിപ്പിൾ മൂണാണ്. Embracing all aspects of yourself, the divine and earthly. ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഡൗട്ട്, ഇപ്പം ഞാൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമോ, എൻ്റെ ലൈഫിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവുമോ, അങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ പ്രൊട്ടക്ഷൻ, പെർസിവറൻസ്, അത് നിങ്ങളുടെ കണ്ടിന്യൂസ് പെർസിവറൻസിൻ്റെ റിസൾട്ടാണ്. പല ആൾക്കാരും ക്യാൻഡിൽസുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, മടിച്ച് നിൽക്കണമെങ്കിൽ മടിക്കണ്ട കേട്ടോ, ട്രൈ ചെയ്യുക. ലൈക്ക് ക്യാൻഡിൽ മാജിക്, അതായത് എനിക്ക് ക്യാൻഡിലിൻ്റെ ഫയറിൻ്റെ എനർജി കാണുമ്പോൾ ക്യാൻഡിൽ മാജിക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ അത് ചെയ്യുക. ഓക്കെ. പ്രൊട്ടക്ഷൻ, നിങ്ങൾക്ക് ഡൗട്ടാണ് ഇതൊക്കെ ചെയ്താൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമോ, ഞാനത് എല്ലാം എന്താവും എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനാണ്. നിങ്ങൾ 100% പ്രൊട്ടക്റ്റീവാണ്. അത് മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ഫെമിനൈൻ, നമ്മളെല്ലാവർക്കും ഞാൻ ഡിവൈൻ മാസ്കുലിനാണ് മറ്റ് 2 റീഡിങ്ങിൽ കൂടുതലും എനിക്ക് കിട്ടിയ എനർജി. നിങ്ങളുടെ കയ്യിൽ എനിക്ക് കൂടുതലും കിട്ടുന്ന എനർജി ഡിവൈൻ ഫെമിനൈനാണ്. അത് അവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നമ്മുടെ എന്താ പറയുക സേക്രഡ് ചക്ര അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ വാട്ടർ ചക്രയായിട്ട് കൂടുതലും കണക്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ ഓൺ പോയിൻ്റ് ആയിരിക്കും. നിങ്ങൾക്കറിയാം ഒരു ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗ്. ചില ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നെക്സ്റ്റ് ഇവരിതായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളത് പോലും നിങ്ങൾക്ക് ചിലർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, മനസ്സിലായ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടാവും. കാരണം നിങ്ങൾ അത്രയും നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് ഇതായിരിക്കും മെസ്സേജ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് ഇവിടെയാണോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ റീഡിങ്സ് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കാരണം അത്രയും നിങ്ങളുടെ പല ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡൊന്നുമില്ല. ബട്ട് എന്നിരുന്നാലും എനിക്ക് ഇവിടെ ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പല ആൾക്കാരിലും കിട്ടുന്നുണ്ട്. ഓൾറൈറ്റ് ഗൈസ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വരുന്ന മെസ്സേജസൊക്കെ റിഗാർഡിങ് യുവർ സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ സക്സസ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ വരിക എന്നുള്ളതിൻ്റെ കുറിച്ചൊരു ഗൈഡൻസ് കിട്ടിയെന്ന്. എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ സപ്പോർട്ടിങ്. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരും പിന്നെ വരുന്നു, കാണുന്നു, കണക്ട് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. അത് മാത്രമല്ല കോമൻറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഇപ്പം നെഗറ്റീവ് ആണെങ്കിലും പറഞ്ഞോളൂ, പ്രശ്നമൊന്നുമില്ല. അത് അയ്യോ നെഗറ്റീവ് പറയാമോ അങ്ങനെയൊന്നുമില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് അത് ഡെഫിനറ്റ്ലി പറയുക. അതിൽ ഓപ്പൺ സ്പേസ് ആണ്. ഓക്കെ. ഞാൻ തോന്നുന്നു എനിക്ക് നമ്മുടെ ചാനലിൽ അത് ഇട്ടിട്ടില്ല എന്നുള്ളത്. ഓപ്പൺ ഡിസ്കഷൻസ് ആണ്, ഒന്നും ടെൻഷൻ ആവണ്ട. സ്പിരിച്വാലിറ്റി റിലേറ്റഡ്
ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ പോലെ കൊണ്ടുവരാം. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ഗൈസ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കണക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ എനർജീസ് എനിക്ക് ഇവിടെ റീഡ് ചെയ്യാനുള്ള ഒരു ബ്ലെസ്സിങ്സ് കിട്ടിയത്. താങ്ക് യു സോ മച്ച്. എൻ്റെ സ്പിരിറ്റ് ഗൈഡ്സിനോട് ഞാൻ താങ്ക് യു പറയുന്നു, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്. കാരണം അവരാണ് ഈ മെസ്സേജസ് പലതും കൊണ്ടുവരുന്നത്. എനിക്കിതിൽ പല കാര്യങ്ങളും എനിക്ക് ഇൻഡ്യൂട്ടീവ്ലി ഫീൽ ചെയ്ത സാധനങ്ങളാണ് പലതും. എസ്പെഷ്യലി നിങ്ങളുടെ ഇതിൽ ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡില്ല, പക്ഷേ ആ ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി എനിക്ക് കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ സപ്പോർട്ടാണ്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.